ഹായ്, മനോജ് ഡ്രീം വ്ളോഗ്സിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഞാൻ ചേർന്ന ഒരു സ്പെഷ്യൽ ചിട്ടിയുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡാണ് ഞാൻ ഇന്ന് പറയുന്നത്. കാരണം ഞാൻ വീട് പണിയുമായി ബന്ധപ്പെട്ട് ഒരു മുൻകരുതൽ എന്ന പോലെ അല്ലെങ്കിൽ ഒരു മുൻവിധിയോടുകൂടി ചേർന്ന ചിട്ടിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ഏത് ചിട്ടി ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയോടുകൂടി നിങ്ങൾ ചിട്ടിയിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലാഭകരമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അല്ലാതെ നമ്മളൊരു ചിട്ടി ചേർന്നിട്ട് പെട്ടെന്ന് വിളിച്ചിട്ട് നഷ്ടത്തിൽ വിളിച്ചിട്ട് പിന്നെ നഷ്ടത്തിലാണ് വിളിച്ചത് അതിൽ ലാഭമില്ല എന്ന് പറഞ്ഞ് KSFE കുറ്റപ്പെടുത്തിക്കൊണ്ട് യാതൊരുവിധ കാര്യമില്ല. എപ്പോഴും ചിട്ടി ചേരുന്ന സമയത്ത് നമ്മുടെ ആവശ്യം എന്താണോ ആ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചിട്ടി, അതുപോലെ അത് എപ്പോൾ വിളിച്ച് നമുക്കത് ഉപയോഗപ്രദമാക്കാം, അല്ലാന്നെങ്കിൽ അത് എപ്പോൾ വിളിച്ചാൽ ലാഭകരമാക്കാം എന്നൊക്കെ ഒരു മുൻവിധിയോടുകൂടി ഇല്ലെങ്കിൽ ഒന്നും മുന്നേ നമ്മൾ ചിന്തിച്ച് ചിട്ടിയിൽ ചേരുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ചിട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിലൂടെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ കഴിയുകയും ചെയ്യും. ചിട്ടിയിലൂടെ തന്നെയാണ് നല്ലൊരു കാര്യങ്ങൾ ഇല്ലെങ്കിൽ നല്ല നല്ല സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ ഈ ചിട്ടിയിലൂടെ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ചിട്ടിയുടെ ഡീറ്റെയിൽസ് പറയുന്നത് എൻ്റെ തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളൂ. അപ്പൊ നമുക്ക് ചിട്ടിയുടെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഞാൻ എൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട് ചേർന്ന ചിട്ടിയാണ് 6000 വെച്ചിട്ട് 120 മാസം അടയ്ക്കുന്ന 7,20,000 ചിട്ടി. അതായത് 10 വർഷത്തെ ചിട്ടിയാണ്. അപ്പൊ ഞാൻ ഈ ചിട്ടി ചേർന്നിട്ട് ഇപ്പൊ ഏകദേശം ഒരു 6 വർഷത്തോളമായി. ഞാൻ 1 വർഷം മുമ്പ് വീട് പണി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിട്ടി വിളിച്ച് എടുത്തത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ ചിട്ടിയിൽ വന്നിട്ട് 7,20,000 ചിട്ടിയാണ്. ഈ ചിട്ടിയിൽ എങ്ങനെയും നമ്മൾ 120 മാസം അതായത് 10 വർഷം അടയ്ക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 1 ലക്ഷം രൂപയാണ് ഡിവിഡൻഡ് ആയിട്ട് കിട്ടുന്നത്. അങ്ങനെ ഡിവിഡൻഡ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ 120 മാസം അടച്ചു കഴിയുമ്പോൾ ഏകദേശം നമുക്ക് വരുന്നത് 6,20,000 രൂപയാണ് ക്യാഷ് ആയിട്ട് നമ്മൾ അടയ്ക്കേണ്ടി വരുന്നത്. 10 വർഷത്തെ ചിട്ടിയാണ്. അപ്പോൾ ഏകദേശം ഇപ്പൊ 6 വർഷമായി. കഴിഞ്ഞ വർഷമാണ് ഈ ചിട്ടി ഞാൻ വിളിച്ചെടുത്തത്. അപ്പൊ ഞാൻ ഈ ചിട്ടി വിളിച്ചെടുത്തത് എനിക്ക് വിളിക്കുന്ന സമയത്ത് കിട്ടിയത് 5,20,000 രൂപയാണ് ഈ ചിട്ടി ഞാൻ വിളിച്ച് എടുത്തത്. അപ്പൊ അങ്ങനെ വിളിച്ചെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് GSTയും അതേപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ചാർജും കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയത് 5,13,000 രൂപയാണ് ഈ ചിട്ടി കിട്ടിയത്. ഞാൻ ഈ ചിട്ടി ചേർന്നത് 6 വർഷം മുമ്പ് ചേരാൻ കാരണം തന്നെ എൻ്റെ വീട് പണിക്ക് ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ചിട്ടി എടുത്തത്. ഒരു സ്പെഷ്യൽ ചിട്ടിയാണ്. കാരണം ഇപ്പോൾ 120 മാസം ചിട്ടി നിലവിലിപ്പോൾ ചെയ്യുന്നില്ല, അതായത് തുടങ്ങുന്നില്ല. അതേപോലെ തന്നെ അത് മൾട്ടി ഡിവിഷൻ ചിട്ടിയാണ്. ചേർന്ന് ഞാൻ ചിട്ടി പിടിച്ചെടുത്തതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളൂ. 5 വർഷത്തേക്ക് ഈ 5,13,000 രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര രൂപ പലിശ വരും എന്ന്, ആ പലിശ ഇനത്തിൽ നമുക്ക് എത്ര രൂപ കൊടുക്കേണ്ടി വരും, ചിട്ടിയാണോ അതിൽ ലാഭം കിട്ടിയത് ലോണിലാണോ ലാഭം കിട്ടിയത്, ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അതായത് അപ്പൊ 5,13,000 രൂപയാണ് എനിക്ക് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ 5,13,000 രൂപ നമ്മൾ സെയിം ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 9.5% പലിശയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒരു നോർമൽ റേറ്റ് ആണ്. പല സ്ഥാപനങ്ങളിലും കൂടുതലും പലിശ വരാറുണ്ട്. ഒരു വർഷത്തേക്ക് 48,735 രൂപയാണ് പലിശ ഇനത്തിൽ ഒരു വർഷം വരുന്നത്. അപ്പൊ നമ്മൾ 5 വർഷത്തേക്കാണല്ലോ പറഞ്ഞത്. അപ്പൊ 5 വർഷത്തേക്ക് നോക്കുന്ന സമയത്ത് അതായത് 48,735 ഇൻറ്റു 5 ഇയർ, 5 ഇയറിന് 2,43,675 രൂപയാണ് പലിശ ഇനത്തിൽ 5 വർഷത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അതായത് 5,13,000 രൂപ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ലോണായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അടച്ചു വരുന്ന സമയത്ത് 2,43,675 രൂപ പലിശയും കൂടി കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ 5 വർഷം അടയ്ക്കുന്ന സമയത്ത് 7,56,675 രൂപയാണ് നമുക്ക് പലിശ മുതലും കൂടി 5 വർഷം കൊണ്ട് അടയ്ക്കേണ്ടി വരുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് ചിട്ടി പിടിച്ചപ്പോൾ എനിക്ക് വന്നത് 5,13,000 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലോൺ എടുത്ത പലിശയും പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി 7,56,675 രൂപയാണ് വരുന്നത്. പക്ഷേ ചിട്ടി നമ്മൾ ഈ 10 വർഷം ടോട്ടൽ അടച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് 6,20,000 രൂപയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഇതിന്ന് 6,20,000 കുറയ്ക്കുന്ന സമയത്ത് 1,36,675 രൂപ നമ്മൾ അധികം പലിശ ഇനത്തിൽ കൊടുക്കേണ്ടി വരും. കാരണം നമ്മൾ ചിട്ടിയിൽ അടയ്ക്കുമ്പോൾ 6,20,000 രൂപ അടച്ചാൽ മതി. അതേസമയത്ത് ലോൺ എടുക്കുകയാണെങ്കിൽ 7,56,675 രൂപ നമ്മൾ അടയ്ക്കണം, പലിശയും പ്ലസ് പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി. അപ്പൊ നമുക്ക് അതിൽ കിട്ടിയ ലാഭം, അപ്പോൾ നമുക്ക് ചിട്ടി ചേർന്നപ്പോൾ എനിക്ക് കിട്ടിയ ലാഭം 1,36,675 രൂപ എനിക്ക് ചിട്ടി ചേർന്നപ്പോൾ ഈ ലോൺ എടുക്കുന്നതിനേക്കാളും എനിക്ക് ലാഭമായിട്ട്
കിട്ടി, ഇല്ലെങ്കിൽ ഞാൻ ഇത്രയും തുക സംഖ്യ അടയ്ക്കണം. ഈ ചിട്ടി ചേരാൻ കാരണം ഇതുപോലെ മുൻവിധിയോടുകൂടി, കാരണം ഞാൻ ഈ ചിട്ടി മാത്രമല്ല 2 ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട്, അതുപോലെ തന്നെ 3 ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട്, 1 ലക്ഷത്തിന്റെ ചിട്ടിയുണ്ട്, അങ്ങനെ പല ഡിനോമിനേഷനിലുള്ള ചിട്ടികൾ ചേർന്ന് എല്ലാ ചിട്ടിയും കൂടി വിളിച്ചെടുത്തിട്ടാണ് ഞാൻ എൻ്റെ വീട് പണിയുടെ സ്വപ്ന ഭവനം ഞാൻ പൂർത്തീകരിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അതേപോലെ തന്നെയാണ് നമ്മൾ മുൻവിധിയോടുകൂടി ചിട്ടി ചേരുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭത്തിൽ വിളിച്ചെടുക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ നല്ല രീതിയിൽ നിറവേറ്റാൻ കഴിയുകയും ചെയ്യുമെന്ന് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഗുണകരമായിട്ടുള്ളത് ചിട്ടി തന്നെയാണ്. അപ്പൊ അതിലൂടെയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും നിറവേറ്റിയിട്ടുള്ളത്. ഇത്രയാണ് ഈ വീഡിയോയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.